കോഴിക്കോട് ഫറോക്കിൽ യുവതിയെയും മകനെയും വീട്ടിൽ കയറ്റുന്നില്ല എന്ന പരാതി ഭർത്താവും കുടുംബവും വീട് പൂട്ടി കടന്നു കളഞ്ഞതാണ് ദുരവസ്ഥയ്ക്ക് കാരണമായത്. കഴിഞ്ഞ 8 ദിവസമായി യുവതിയും മകനും വീടിന്റെ വരാന്തയിലാണ് കഴിയുന്നത്. അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട്. അഞ്ജന, എന്താണ് സംഭവിച്ചത്? എന്ത് കാരണം പറഞ്ഞാണ് രണ്ടുപേരെയും, യുവതിയും മകനെയും വീട്ടിൽ കയറ്റാതെയുള്ള നിലപാട്? എത്ര ദിവസം കൊണ്ട് ഈ ദുരവസ്ഥ അനുഭവിക്കുന്നുണ്ട്? പരാതി വല്ലതും നൽകിയോ? രജീഷ്, കോഴിക്കോട് ഫറൂഖിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 8 ദിവസമായി ചെളാരി സ്വദേശിയായ യുവതിയും മകനും ഈ കാണുന്ന വീടിന്റെ ഈ വരാന്തയിലാണ് ദിവസങ്ങളായി ഇവിടെ താമസിക്കുന്നത്. 8 ദിവസങ്ങളായി യുവതി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകരായ നൌഷേദ് തെക്കയിലും VP സുഹ്രയും ഇവരോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. കാരണം കുറച്ച് ദിവസങ്ങളായി അവരെ വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുകയായിരുന്നു. വീട്ടിനുള്ളിൽ കയറാൻ സമ്മതിക്കാത്ത വണ്ണം ഭർത്താവ് വീട് പൂട്ടിപ്പോയി, മറ്റ് ബന്ധുക്കളും ഇവിടെ നിന്നും പോയിരിക്കുകയായിരുന്നു. സത്യത്തിൽ എന്താണ് പ്രശ്നം? എന്താണ്? അവർക്ക് എന്റെ വിദ്യാഭ്യാസം നറുക്കുറവാണ് ഒന്നാമത്തെ മെയിനായിട്ട്. അവർക്ക് തലാക്ക് ചൊല്ലിന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അവരോട് വേണ്ടെങ്കിൽ എന്നെ തീർത്തോളി, എന്റെ സ്വർണം തന്നാളി അറിയേ, എന്റെ ഉപ്പൻ്റെ വാങ്ങി പൈസ അതും തയ്യാറാണ്. ഞാൻ എന്റെ ജീവിതത്തിനും വിലയില്ല. ഇപ്പൊ രണ്ടും ഇല്ലാതായി. നിയമപരമായി വിവാഹമോചനത്തിലേക്ക് പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായില്ല? ഒന്നും ഉണ്ടായിട്ടില്ല. അവർ അതും കൊടുത്തിട്ടില്ല. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഒഴിവായിരുന്നു. അതന്നെ അങ്ങനെ ഉണ്ടായത്. ഇപ്പൊ എത്ര ദിവസമായിട്ട് നിങ്ങൾ പിണങ്ങി താമസിക്കുക അല്ലെങ്കിൽ പിരിഞ്ഞ് താമസിക്കുക? എത്ര നാളായി? 2018 പെരുന്നാൾ കൂടാൻ പോയതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ വീട്ടിലാണ്. ഞാൻ ഓർഡർ പ്രകാരം വന്നതാണ്. അപ്പൊ ഇവിടെ വാതിൽ അടച്ചിട്ട് പോയി. 8 ദിവസമായി ഞാൻ ഇന്നത്തേക്ക് ഇവിടെ കിടക്കണ്. ഇവരെ വിളിച്ചിരുന്നോ? ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നോ? ഫോണിൽ വിളിച്ചിരുന്നു? എനിക്ക് വിളിക്കാൻ പറ്റൂല, ഭർത്താവിനെ ഒന്നും പറ്റൂല. കോടതിയിൽ നിന്ന് ഓർഡർ ഉണ്ടല്ലേ ഇവിടെ തന്നെ താമസിക്കാം എന്നുള്ളത്? കൂടെ ജീവിക്കാനുള്ള ഓർഡർ. എന്നിട്ട് പോലും അവരതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ല. ഇല്ല. പോലീസിൽ പരാതിപ്പെട്ടിരുന്നു? പോലീസ് ബന്ധപ്പെട്ടു, ഓർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ 8 ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ കഴിയാണ്. ഉപ്പയുടെ ഭർത്താവിന്റെ പിതാവുമായിട്ട് സംസാരിച്ചിരുന്നു? സംസാരിക്കാൻ പോലും തയ്യാറാണില്ല. വിളിച്ചിട്ടും വരുന്നില്ല. 2018 വിവാഹം കഴിഞ്ഞു. പിന്നീട് 15 തീയതി. അതിനുശേഷം പിന്നീട് ഭർത്താവുമായിട്ട് കുറച്ചേറെ കാലമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. പിന്നീട് ഈ വീട്ടിലേക്ക് വന്നിട്ടിരുന്നു? വന്നിട്ട് പല പ്രാവശ്യം ഞാൻ വരുന്നുണ്ട്. അവരിതേമാതിരി വാതിലടിച്ചിടുക പോവാണ്. ഒടുവിലിപ്പോ കോടതിയിൽ പോയിരുന്നു, കോടതിയിൽ ബന്ധപ്പെട്ടിരുന്നു. അവിടെ കേസ് നടക്കുകയാണ് ഇപ്പൊ കോടതിയിൽ. അപ്പൊ അത് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്? അല്ല, ഞാൻ പോണം പറഞ്ഞാലാണ് ഞങ്ങൾ കേസ് കൊടുത്തത്. അവരിപ്പോ മറ്റൊരു ഭാര്യന്റെ കൂടെ ജീവിക്കുകയാണ്. രണ്ടും ഒഴിവാക്കാതെയാണ് ഇപ്പൊ മറ്റൊരു ഭാര്യ. അതായത് ഭർത്താവ് ഇതിനിടയിൽ മറ്റൊരു വിവാഹം കഴിക്കുകയും ആ ഭാര്യയ്ക്കൊപ്പം ഇപ്പൊ മറ്റൊരു വീട്ടിൽ താമസിക്കുകയുമാണ്. മറ്റൊരു വിവാഹം കഴിച്ച് കുട്ടിന്റെ കൂടി ജീവിക്കുകയാണ്. അതറിഞ്ഞപ്പോഴാണ് നിങ്ങൾ? എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. അതറിഞ്ഞപ്പോഴാണ് നിങ്ങൾ കോടതിയിൽ പോയത്? അതറിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ഏതായാലും വലിയ ഒരു ദുരവസ്ഥ തന്നെയാണ് ചെളേരി സ്വദേശിയായ ഹസീന ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയില്ല. പോലീസുമായി, ഫറോക്ക് പോലീസുമായി ബന്ധപ്പെട്ടോ ഇവർ? എന്താണ് പോലീസിന്റെ എന്തെങ്കിലും മറുപടിയോ നിലപാടോ വന്നോ? പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. കോടതിയിൽ നിൽക്കുന്ന കേസായതുകൊണ്ട് അത് അവർക്ക് അത്തരത്തിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അവർ സ്വയമേ അല്ലെങ്കിൽ അവരെ വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ അവർക്ക് പിന്നീട് അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ഒരു റൈറ്റ് ഇല്ല. അപ്പം അതുകൊണ്ട് അവർക്ക് അവിടെ തുടരാൻ പറ്റും. അതല്ലാത്ത പക്ഷം ഇവർ വീട്ടിൽ പൂട്ടിപ്പോയതുകൊണ്ട് തന്നെ അവർക്ക് ഇവരെ നിർബന്ധിച്ച് അകത്തേക്ക് കയറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ